ഇന്ന് രാവിലെ വന്ന് ഇത്ര ഭാഗം പണി തീർത്തു കേട്ടോ. ഇനി ബാക്കി ചെയ്യാൻ പോകുന്ന ഈ ഭാഗം വേണം തീർക്കാം. മുകളിലത്തെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് തീർത്തിറങ്ങിപ്പോയത്. ഇനി ഗ്രീസ് അടിക്കണം. ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി ഗ്രീസ് അടിച്ചിട്ട് വേണം. ആ ഭാഗം കംപ്ലീറ്റ് തീർത്തായിരുന്നേ. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു. ഇന്നലെ കുറേ നേരം നിർത്തിയിട്ടായിരുന്നു. ഇനി മഴ പെയ്തില്ലെങ്കിൽ നാളെ ബാക്കി പണിയേ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 4 ദിവസം കൂടി വീണ്ടും വണ്ടി എടുത്താൽ കേട്ടോ. വീണ്ടും മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. മുകൾഭാഗം എല്ലാം കിളച്ച് കഴിഞ്ഞു. താഴെ കുറച്ച് പാടേ ഉള്ളൂ കിളയ്ക്കാൻ. മഴ കാരണം നടക്കുമെന്ന് തോന്നില്ല കേട്ടോ. ഇതെല്ലാം പൂ കയറി കംപ്ലീറ്റ് മഴയാണ്, ഭയങ്കര മഴ. ഇന്നിപ്പോൾ 4-ാം പൊക്കമായിരുന്നു വണ്ടിയെ കയറുന്നത്. എന്ത് ചെയ്യാനാണ്, എല്ലായിടത്തും ഇതാ അവസ്ഥ. മഴ മാറിയായിരുന്നെങ്കിൽ അതൊന്ന് തീർക്കാൻ, അത് ഇന്നിപ്പോൾ നടക്കുമെന്ന് തോന്നില്ല. എന്ത് ചെയ്യാൻ, അതുകൊണ്ട് ഭയങ്കര മഴയാട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനി നോക്കണ്ട, അമ്മാതിരി മഴയാന്ന് തോന്നി. ഇത് കന്നേരക്കായതുകൊണ്ട് ഇങ്ങനെ കിളയ്ക്കാനേ പറ്റത്തില്ല, മൊത്തം ചെളിയാവുകയാണ്. അത് കാരണം ഒരു രക്ഷയില്ല. എന്താണെങ്കിലും ഇനി കുറച്ച് ദിവസം കൂടെ നോക്കേണ്ടി വരും. ഇനി അടുത്ത വീണ്ടും ഇവിടെ തുടങ്ങാൻ വേണ്ടി കിളച്ചിട്ട് വെക്കുന്നിടത്തോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതൊന്ന് തട്ടിയിടട്ടെ, അല്ലെങ്കിൽ പിന്നെ പണിയാവും. മൊത്തം ചെളിയായിപ്പോൾ അവിടെ. ശേഷം ഒന്ന് ചെയ്യാൻ 5-6 ദിവസത്തിന് ശേഷം വന്ന് കളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ബാക്കി എത്ര ഭാഗം കളച്ച് തീർത്തിട്ടുണ്ട്. കുറച്ച് ഏരിയയുടെ കളയ്ക്കാനുള്ളൂ. ഇവിടെ കളയ്ക്കാം. ഭയങ്കര മഴയായിരുന്നു 3-4 ദിവസം, ഒരു രക്ഷയില്ലായിരുന്നു. മഴ കാരണം കളയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട്. അപ്പം വീണ്ടും വന്ന് പണി തുടങ്ങിയേക്കോ. ദൂരെ കാടാണ് ഇവിടെ. മഴ പെയ്തപ്പോഴത്തേക്ക് കാട് പിന്നെ അങ്ങ് ആർത്തൊലച്ച് വരുക. എന്നാ ചെയ്യാൻ, അത് കാരണം താമസമാണ് പണി. കടയിൽ പണി തീർക്കാനും പറ്റത്തില്ല. എന്നാലും തീർക്കാൻ വേണം. ഇന്ന് വെയിൽ ഉള്ളതുകൊണ്ട് ഇന്ന് ഒരു ദിവസം തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാലും ബാക്കി പണി ചെയ്യട്ടോ. ഓക്കെ, ഇത്ര ഏറിയ തീർത്ത് കേട്ടോ. വലിയ മഴയൊന്നുമില്ല, കുറച്ചുകൂടെ തരാനുണ്ട് ഈ പാവം. അതുകൂടെ തീർക്കാം. താത്തിടാം. ഇന്ന് വലിയ മഴയൊന്നും പെയ്തില്ല കേട്ടോ. നല്ല വെയിലുണ്ട് ഇന്ന്. വെയില് കൊണ്ട് ചീടും ഉണ്ട് കേട്ടോ. ഇന്നെങ്ങനെയും തീർക്കണം. ഇപ്പൊ താഴത്തെ ഒരു കയ്യാലേയും ഇതുകൂടെ തീർത്തു കേട്ടോ. ഇപ്പൊ രാവിലെ വന്നിട്ട് ഇത്ര ഏരിയയുടെ തീർന്നു കഴിഞ്ഞാൽ ഈ ഭാഗം തീരുമോ. ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കുറച്ച് ചെയ്യാൻ. പിന്നെ ചെയ്യാനുള്ള അങ്ങ് സൈഡാട്ടോ. അത് കാണിക്കാവേ, അങ്ങോട്ട് ചെയ്ത് വരുമ്പം കാണിക്കാം. കഴിഞ്ഞ ദിവസം വന്ന് കുറച്ചു നേരം പറഞ്ഞു. അന്നത്തേക്ക് വീട്ടിൽ ഭയങ്കര മഴയായിരുന്നു. മഴ കാരണം മഴയായിട്ട് കിളച്ചിട്ട് ചെളിയാവുമായിരുന്നു ഭയങ്കരമായിട്ട്. ഈ കന്നാര ഇടാനുള്ളതുകൊണ്ട് ചെളി ഒരു രക്ഷയില്ല കേട്ടോ. അതുമല്ല ഈ ചപ്പ ചവറെല്ലാം വലിച്ചു വിട്ട് കുഴിച്ചിടുന്നോണ്ട് പെട്ടെന്ന് ചെളിയാവും. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി. അതുകൊണ്ട് മഴയത്ത് ഒരു കളി നടന്നില്ല ഇവിടെ. പെട്ടെന്ന് ചെളിയാവും. ചെളിയായാൽ ഇത് കന്നാറിടാൻ പറ്റുമല്ലോ. അത് വളരുമായിരുന്നാ പറഞ്ഞത്. എൻ്റെ വേര് ഓടണമെങ്കിൽ മണ്ണുണങ്ങി കിടക്കണം. മഴയത്ത് കളിച്ചാൽ നമ്മൾ ഈ കറക്കായിട്ട് പൂണ്ടിളക്കുന്ന അവസ്ഥ കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കാൻ കളച്ചു കഴിഞ്ഞാൽ അമ്മാതിരി കുഴഞ്ഞു പോകും. ആ രീതി കഴിഞ്ഞിട്ട് വേണം പിന്നെ ചെയ്യാൻ. പിന്നെ കുഴിയെടുത്ത മണ്ണ് ഇങ്ങനെ പൊങ്ങി കിടക്കും കുറച്ച് ചെറിയ ഭാഗത്ത്. കറക്റ്റ് ലെവൽ ചിലപ്പം കിട്ടുന്ന വരുമല്ലോ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ ഭാഗം തീർന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സമയം ഇപ്പം 6 മണിയാകാൻ പോകുന്നു കേട്ടോ. താഴത്തെ ഭാഗം എല്ലാം കളച്ചു. ഇങ്ങോട്ട് മുകളിലേക്ക് വരട്ടോ. കുറച്ചുകൂടെ ഉള്ള ആൾക്കാർ. നാളെ കൊണ്ട് ഏകദേശം ഇവിടുത്തെ പണി കഴിയുക. ഇന്ന് ഭയങ്കര വെയിലായിരുന്നു. ഒരു രക്ഷയില്ല. വെയില് കാരണം നമ്മൾ ഭയങ്കര ചൂടും വെയിലുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 5-6 ദിവസം 5-8 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഞാനതാ മൊത്തം കാണിക്കാത്തത്. ഇനിയിപ്പോൾ കുറച്ച് ഭാഗം കളച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നിർത്തും കേട്ടോ. ഇപ്പം നാളെ രാവിലെ വന്ന് ബാക്കിയുടെ ചെയ്ത് തീർക്കണം.
എന്നിട്ട് തിരക്ക് പണിയായിരുന്നു. ഇന്നേറിയ മഴ വെയിലായിരുന്നു കൊണ്ടാൽ ഇന്നേറിയ തീരെ കുറച്ചേ പോയുള്ളൂ കേട്ടോ. കുറച്ചേറെ ഇന്ന് തീർക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി കാടായിരുന്നു. കാടെല്ലാം പറ്റി ഇളക്കി ലെവൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല ടൈം എടുത്തു. ഇതുപോലെ കാടാണ് കംപ്ലീറ്റ്. അതുപോലെ ഈ മരം വെട്ടിയതിന്റെ കമ്പും ഇലയൊക്കെ വേറെ ഉണ്ട്. കാരണം ഭയങ്കര താമസമാണ് പണി ചെയ്യാൻ. നീങ്ങുന്നില്ല പണി. ഒരു രക്ഷയില്ല. ഭയങ്കര താമസം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റുക. ഞാനിത് അന്ന് ഞാൻ തുടങ്ങിയപ്പോ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. അതിപ്പോ നിങ്ങളെ കാണിക്കാത്ത തന്നെ എപ്പോഴും ഇത് കാണിച്ചു തരുന്നത് ഓറടിക്കണ്ടല്ലോ എന്ന് നോക്കുന്നത്. ഞാൻ മൊത്തം കാണിക്കുകയാണെങ്കിൽ ഒരു 4 ദിവസം കാണിച്ചാൽ തീർച്ചിട്ട് അമ്മാതിരി സാധനമാണ്. പണി എഴഞ്ഞഴഞ്ഞാ പോകുന്നത്. നാളെയെങ്കിലും ഈ പരിപാടി തീർക്കണം. നാളെ മഴ പെയ്തില്ലേ നാളെ കംപ്ലീറ്റ് ഈ വർക്ക് തീർക്കണം. എന്നിട്ട് അടുത്ത കേസ് പിടിക്കണം. അടുത്ത വർക്ക് വല്ലതും പരിപാടി അത് പിടിക്കണം. ഇപ്പം തീർത്തിന്റെ താമസം വരും. എന്നാ വെച്ചാ ഇത് നടാനുള്ള കന്നാലയെ കൊണ്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ഇന്ന് ഭായിമാര് വന്ന് ഇതിന്റെ വേരും സംഭവങ്ങളൊക്കെ പെറുക്കി മാറ്റി ക്ലിയർ ചെയ്ത് പോരും. അവർ 5 മണിയായ പണി നിർത്തിപ്പോയി. ഞാനിതുവരെ പണി നിർത്തില്ല. ഞാൻ കുറച്ചു നേരം പറഞ്ഞിട്ട് ഞാനും നിർത്തുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മൊത്തത്തിൽ വർക്ക് കുറവാന്ന് എല്ലാവരും പറയുന്നത്. ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ ആരേ ഉള്ളു ഞങ്ങൾക്കൊക്കെ ഇനി ഒരു ഡെയിലി വർക്കാകത്തുള്ളൂ. ഇത് രാവിലെ മഴക്കാറായാലും ചിലപ്പോൾ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇന്ന് പണി നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ചപ്പൂടെ വച്ചിട്ട് കുറച്ച് കളച്ചിട്ട് വേണം ഒരു കുഴി കുത്തിട്ട് ഈ കാണുന്ന ചപ്പെല്ലാം കൂടെ വാരി കുഴിക്കാത്തിട്ട് മൂടണം. അങ്ങനെ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. മോളിൽ കാണുന്ന ഏരിയ ഉണ്ടോ കംപ്ലീറ്റ് തീർത്തു പോകുന്ന കേട്ടോ. ഇനി ഇവിടെയും തീർത്തു. ഇനി ഇങ്ങോട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇനി തീരെ. ഓക്കെ, ഇപ്പൊ ഇവിടെ കുഴി കുത്തി മൂടാൻ പോവാണ്. ഇപ്പൊ നേടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ മരത്തിന്റെ കമ്പുകളായതുകൊണ്ട് കുഴി കുത്തിയാലും തീരത്തില്ല കേട്ടോ. ഭയങ്കര കുഴി കുത്തണം. വലിയ കുഴി കുത്തിയാലും ഇത് ഒതുങ്ങത്തുള്ളൂ. അതേ സമയത്ത് മറ്റേ ഈ ചപ്പില്ലേ ചെറിയ കാടൊക്കെ ആണേല് വലിയ കുഴപ്പമില്ല. ചെറിയൊരു കുഴി കുത്തിയാലും അതിനകത്ത് ഒതുങ്ങിപ്പോകും. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വലിയ കുഴി കുത്തിയിട്ട് ഉറപ്പിച്ചിട്ടാലേ ഇത് ഒതുങ്ങത്തുള്ളൂ. സമയമെടുക്കും. ഒരു കുഴി കുത്താൻ ഏകദേശം ഒരു ടോയ്ലറ്റിന്റെ കുഴിയെ കുത്തില്ലേ, ബാത്റൂമിന്റെ അമ്മാതിരി കുഴിയെ കുത്തിയാലേ ഇതൊന്നും ഒതുങ്ങത്തുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും താമസം വരുന്നത്. ഇങ്ങനെയുള്ള വിളക്കൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരെന്നും പറയാണ്ട് വിളിക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ള കേസ് ഇതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം വർക്ക് വളരെ താമസിച്ചേ തീരത്തുള്ളൂ. അതിൽ ഓപ്പറേറ്റർമാരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൈറ്റ് നീറ്റാണെങ്കിൽ താമസം വരും. താമസം വന്നാൽ സൈറ്റ് നീറ്റാവും. പെട്ടെന്ന് പറഞ്ഞാൽ നീറ്റാകത്തില്ല. ആളുടെ പണി കൂടും. ഇതിപ്പോൾ ആൾക്ക് പണികൾ കുറവാണ്. ഇപ്പം വന്ന സൈറ്റില് വന്ന അന്നേരം തന്നെ ഈ ചെറിയ വേരുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇറക്കിക്കളാനും. ബാക്കി കംപ്ലീറ്റ് പറിച്ച് കുഴിച്ചു കൂടുക. പറമ്പ് മിറ്റം പോലെ ആക്കുക. അന്നേരം അതിൻ്റെ താമസം വരും. ഇതിപ്പോൾ സ്വന്തം വർക്കായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ആരോടും സമാധാനം പറയണ്ട. ഇത് ഒരാൾ തന്നെ വർക്കാം. അത് കാരണം നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കേസില്ല. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോഴാണ് വിഷയം. ഏറെ കുറവേ തീരത്തുള്ളൂ. കാണുമ്പോൾ അത്ര ഏറെ തീർന്നിട്ടുള്ളൂ പറയും. ഉച്ചവരെ പണിതിട്ട് അത്ര തീർന്നുള്ളൂ, അല്ല വൈകുന്നേരം പണിതിട്ട് അത്ര ഏറെ തീർന്നിട്ടുള്ളൂ എന്നൊക്കെ പറയും. കാണുമ്പോൾ നമുക്കും തോന്നും. പക്ഷെ അതിനകത്തുള്ള റിസ്ക്കും താമസം ഇതാ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ കുഴിച്ചു മൂടി ലെവൽ ചെയ്ത് കിളച്ച് വരുമ്പോൾ ഉള്ള പ്രശ്നം. അതിൽ ഒരേക്കറിന് ഇത്ര മണിക്കൂർ, ഒരേക്കറിന് അത്ര മണിക്കൂർ, അരേക്കറിന് ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ കിളക്കാനാണെങ്കിൽ മാത്രം ഒരേക്കറിന് ഇത്ര മണിക്കൂറിന് വേണേൽ പറയാം. അത് ഒരു ടീപ്പിന്റെ താഴ്ച കിളയ്ക്കാൻ വേണ്ടി മാത്രമാണേൽ ഒരു മണിക്കൂർ കണക്കുള്ളൂ കേട്ടോ. പറമ്പ് എത്ര നീറ്റാകുന്നോ അതിനനുസരിച്ച് താമസം വരും. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. ഈ
ഇപ്പൊ ആ കുഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ചപ്പെല്ലാം കൂടെ ഈ കുഴിക്കകത്തിടുക കേട്ടോ. കുഴിക്കകത്ത് വെച്ചിട്ട് മൂടി ഇടിച്ചുറപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിടുക. കുറച്ച് കുഴി കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നില്ല, മണ്ണിടാനുള്ള ഒരു ഗ്യാപ്പ് ഇടും. എന്നുവെച്ചാൽ എന്തെങ്കിലും നടണ്ടല്ലേ. അങ്ങനെ ഇളക്കുമ്പോൾ മണ്ണ് ഇളക്കട്ടെ, മണ്ണ് വേണമല്ലോ. അതുകൊണ്ട് പത്രം ഇട്ടപ്പോൾ തന്നെ ആ കുഴി മൂടിയ അവസ്ഥയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് വലിച്ചിടുക. എന്നിട്ട് ഇടിച്ചിടിച്ച് ഇത് താത്തിട്ട് ബാലൻസ് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. എന്താണ് രണ്ടടി മേളിൽ മണ്ണിടേണ്ട ഗ്യാപ്പിട്ടിട്ട് വേണം ഈ ചപ്പിനകത്തോട്ട് ഇട്ട് താത്താൻ. ഇപ്പൊ ഇങ്ങനെ ഇടിച്ചങ്ങ് ഉറപ്പിച്ചിട്ട് ഇതിനകത്ത് കോരി മണ്ണങ്ങ് ഫില്ല് ചെയ്യുക വെച്ചേക്കുന്നത്. പക്ഷെ ഇരുന്ന് എല്ലാവരും ഇരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അല്ല ഈ കാടെല്ലാം പറ്റി മുകളിലിട്ടുള്ള അവസ്ഥയൊന്നും ആലോചിച്ചേക്ക്. എല്ലാം ചെയ്യാൻ പറ്റും, ചുമന്നിട്ട് പോകാൻ പറ്റുമോ? മണ്ണും ചപ്പും എല്ലാം കൂടെ അല്ലേ കിടക്കണം. കത്തു പോയത് ഞാൻ ഇത് മൊത്തം കുഴി കുത്തി മൂടി. പക്ഷെ ഇത് എവിടൊക്കെ കുഴി കുത്തിയിട്ടുണ്ടെന്നോ ഇത് മൂടിയിട്ടേക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഈ മണ്ണ് ഇരുന്നെങ്ങാനും പോകാൻ അന്നേരം അറിയാം കുഴി കുത്തിയ സ്ഥലം എവിടെയാണെന്ന്. എന്നാലും ഇന്നത്തെ വർക്ക് തീരുവാണ്. നിർത്തുക, എന്തായാലും തീരത്തില്ല. അതുകൊണ്ട് ഇന്നിവിടെ നിർത്തിയിട്ട് നാളെ കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് തീർക്കണം. നാളെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇത്ര പാടെ കളിച്ചു വന്നു കേട്ടോ. അത് ഞാൻ കുഴിച്ചു മൂടിയില്ല. അത് കുഴിച്ചു മൂടാത്തോണ്ട് അത്ര ഭാഗം നീങ്ങി സൈഡിലേക്ക് ഒതുക്കിയിട്ടാ കഴിയും. നാളെ രാവിലെ വന്ന് ഈ കാണുന്ന ചപ്പെല്ലാം കുഴിച്ചു മൂടിയിട്ട് വേണം ബാക്കി വർക്ക് തുടങ്ങാൻ. നാളെ വന്ന് രാവിലെ തന്നെ വന്ന് എൻ്റെ കുഴിച്ചു മൂടിയിട്ട് ബാക്കി കളയാം. ഏകദേശം 10 ദിവസത്തോളം ഞാൻ ഇവിടെ പടുതു കേട്ടോ. 10 ദിവസം എന്ന് പറഞ്ഞാൽ ഡെയിലി ഫുൾ ഡേ പണിയൊന്നുമില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. മഴ കാരണം നിർത്തി പോവായിരുന്നു. അങ്ങനായി ഇതിപ്പോ ഏകദേശം 10ാമത്തെ ദിവസമായിരുന്നു. മഴ പെയ്തോണ്ടാണ് ഇത്ര താമസം വന്നേ. ഇവിടുത്തെ വർക്ക് ഫിനിഷ് ചെയ്യണം. അയ്യോ കുറ്റിയൊന്നും കാണത്തില്ല. കളച്ച് കഴിഞ്ഞ് മണ്ണ് മൂടി കഴിഞ്ഞാൽ കുറ്റി ഏതാ ഞാനേതാ പക്കറ്റ് ഏതാണെന്ന് അവസ്ഥയില്. എന്തായാലും ഇന്നത്തെ വർക്ക് നിർത്തുവാണേ. ഇനി നാളെ രാവിലെ കാണാം. നാളെ രാവിലെ ഒരു 7 ആകുമ്പോൾ കാണാം. ഓക്കെ. ഇപ്പം 10 മണി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനൊക്കെ പോയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ കിളച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ മണ്ണ് കൂടിക്കിടക്കുന്നതൊക്കെ ലെവൽ ചെയ്യാനുള്ളതാണ്. മുകളിൽ നിന്ന് വഴി തള്ളിക്കൊണ്ട് വന്ന മണ്ണാണ്. വഴിയും കിളയ്ക്കാനുണ്ടാവും. അന്ന് ആ മഴ പെയ്തതിൻ്റെ ചെളിയാണ്. ഇപ്പോഴും വെള്ളം കിടപ്പുണ്ട് അവിടെ. ഇതൊന്നും പറ്റിപ്പോയിട്ടില്ല. എല്ലാം ഉണങ്ങുമായിരിക്കും. ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കും കേട്ടോ. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകും. ഇനി ഗ്രീസൊക്കെ അടിക്കണം. ഇച്ചിരി പരിപാടിയുണ്ട് രാവിലെ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഗ്രീസ് അടിക്കണം. ഗ്രീസില്ല. ഗ്രീസ് നിറയ്ക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാവേ. ഇതിങ്ങനെ വലിച്ചിട്ട് പതുക്കെ അങ്ങ് തുറക്കുക. മാറ്റി വെക്കുക. എന്നിട്ട് പതുക്കെ കുറേശ്ശ എടുത്ത് ഇതിനകത്തോട്ട് എയറില്ലാത്ത രീതിയിൽ ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തള്ളി മൊത്തം ഫില്ലാകുന്ന വരെ തള്ളി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഗ്രീസ് ബക്കറ്റിനകത്ത് ഫുള്ളുണ്ടെങ്കിൽ ഇതങ്ങ് വെച്ചിട്ട് ഈ ബാക്കി കാണുന്ന ഇതില്ലേ ഇത് വലിച്ചാൽ തന്നെ കയറും കേട്ടോ. അങ്ങനെ കുറച്ച് ഏറും ചിലപ്പം കയറും. വലിയ ബക്കറ്റിലേക്കാണെങ്കിൽ 3/4 ഭാഗമൊക്കെ എയറില്ലേന്ന് അറിഞ്ഞു കിട്ടും. പെട്ടെന്ന് അറിയും. അല്ല ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ കോരി കുറേശ്ശെ നിറയ്ക്കുക എന്നുള്ളത് കേട്ടോ. അടിച്ച് ക്ലീൻ റോണിയൊക്കെ എടുത്ത സമയത്ത് ഇതായിരുന്നു പരിപാടി. അയ്യോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഗ്രീസ് ഉണ്ടെങ്കിലും അത് ബക്കറ്റിനകത്ത് കമത്തിയിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ എയർ കയറാതിരിക്കാണ്ട് ഈ സ്ക്രൂ ഡ്രൈവറിനൊക്കെ കുത്തി ഗ്രീസ് നിറയ്ക്കാറുണ്ട് കേട്ടോ. അത് ചെയ്യാതിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെ സീല് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്രീസ് കണ്ണിൻ്റെ സീല് പോകും. സീല് പോയി കഴിഞ്ഞാൽ ഈ ഭാഗമില്ലേ ഇതിലേക്കൂടെ ഗ്രീസ് തള്ളി വരും. അങ്ങനെ കുത്തി നിറയ്ക്കുക, കൈകൊണ്ട് തന്നെ നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ അടയ്ക്കണം. ഇത് അടച്ചതിന് ശേഷം ഈ ബാക്ക് വശമില്ല ഇതെല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഓക്കെ ആയി. ഇപ്പോൾ എയർ ഉണ്ടെങ്കിൽ ഇതിൽ ഗ്രീസ് വെച്ചിട്ട് ഇതിനകത്ത് ഇപ്പോൾ എയറില്ല, കാരണം ഇതിപ്പോൾ തള്ളി വരുന്നുണ്ട്. ഇനി നേരെ പോയി ഗ്രീസ് അടിച്ചാൽ മതി. ഇനി അടിക്കുന്ന ഈ കോളറിലാണ്. ഇതുണ്ട് ഇങ്ങനെ പൊങ്ങി വരണം ചെറുതാ. ഇനി കളിക്കാൻ പോകുന്ന ഈ ഭാഗമാണ്.
ഇനി അവിടെ കുറച്ച് ഏറിയാണ് കളിക്കാനുള്ളൂ. അതോടെ കഴിഞ്ഞാൽ തീരുമോ? മഴക്കാറുണ്ട് നല്ല മുകളില്. മഴ പെയ്തില്ല ഇന്ന് തീർക്കും. അത് നാളെ മഴ ഭാഗമൊക്കെ കളിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ചെളിയാവേ. ഇനിയിപ്പോ പണി നിർത്താൻ പോവാ. ഏകദേശം പണി ഇന്നത്തെ നിർത്താൻ പോയി. തീർന്നില്ല പണി തീർന്നില്ല. ഇനി നാളെ രാവിലെ വന്ന് ബാക്കി ചെയ്യണം. ഇതുപോലെ ചപ്പ കാരണം ഒരു രക്ഷയില്ല. കാരണം പണി അവിടെ നീങ്ങുന്നില്ല. എഴഞ്ഞഴഞ്ഞാ പോകുന്നത്, എഴഞ്ഞഴഞ്ഞ്. പിന്നാളിൽ ഇന്നത്തെ പണി നിർത്തുക. നാളെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ചാ നാളെയും തീരണം. ഇന്നിപ്പോ ഇത്ര ഏരിയ തീർത്തു കേട്ടോ. ഈ കാണുന്ന ഏരിയ തന്നെ എന്ത് തീർത്താം. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നേരെ പോയേക്കാം. ഇന്ന് പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു. മുകളിലൊക്കെ തീർത്താ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലേ. ബാക്കി നാളെ പണിയാം. തെങ്ങൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊക്കെ കാടായിരുന്നു ഭയങ്കര. ഈ ഏരിയ എല്ലാം കാടായിരുന്നു കംപ്ലീറ്റ്. ബാക്കി നാളെ പണിയാം. വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ. ബോളിൽ നിന്ന് ഇവിടെ വരെ ഇപ്പം കിളച്ചിറങ്ങി പോകുന്നത്. ഇന്ന് വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. വഴി കളയ്ക്കാതെ ബാലൻസ് ഇട്ടേക്കുമായിരുന്നു ലാസ്റ്റ് കളയ്ക്കാൻ വേണ്ടി. അപ്പോൾ അത് കളച്ചിപ്പോൾ തീരാറായി. ഇന്നുകൊണ്ട് ഏകദേശം ഇവിടുത്തെ വർക്ക് തീരുവാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.